ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 4th യൂണിറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആൻഡ് ഷവേഴ്സ് ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു യൂണിറ്റിൽ മാത്രമായിട്ട് 2 പ്രോസസ്സും 2 പോയിൻസും വരുന്നുണ്ട്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പേജ് നമ്പർ 129 ഒരു കുറച്ച് പിക്ചേഴ്സ് കാണാം. അപ്പോൾ ഈ പിക്ചറിൽ ആ ട്രീ പറയണം, ഒരു ട്രീ ഉണ്ട്, ആ ട്രീ തിങ്ക് ചെയ്യാണ്. ഇവരുടെ തോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ട്രീ തിങ്ക് ചെയ്യാണ്, ഐ ആം എ ഗ്രാൻഡ് പാ. അപ്പോൾ ഒരു ട്രീ ഞാനൊരു മുത്തശ്ശനാണെന്ന് വിചാരിക്കാനുള്ള റീസൺ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ റീസൺ? ഒന്നെങ്കിൽ ആ ട്രീ നല്ല ഓൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. അപ്പോൾ ആ ട്രീ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ഓൾഡ് ലുക്കാണ്. സോ നല്ല ഓൾഡ് ആയിട്ടുള്ള ഒരു ട്രീ ആയിരിക്കും, നല്ല ഏജ്ഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ താഴെ ഒരു ക്ലൗഡ് പറയാണ്, ഐ ആം എൻ എലിഫൻറ്റ്. ഈ മഴ വരുന്നതിൻ്റെയൊക്കെ മുമ്പായിട്ട് നല്ല ഡാർക്ക് കളറാവും, അല്ലെ ക്ലൗഡ്സൊക്കെ നല്ല ഡാർക്ക് കളറാവും. പിന്നെ അതിൻ്റെ ആ വലുപ്പവും അതൊക്കെ വെച്ചിട്ട് ഈ ക്ലൗഡ് തിങ്ക് ചെയ്യാണ്, ഐ ആം എൻ എലിഫൻറ്റ്, ഞാനൊരു ആനയാണ് തിങ്ക് ചെയ്യാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ഡിയർ ഉണ്ട്, ആ ഡിയർ തിങ്ക് ചെയ്യാണ്, ഐ ആം എ ലിറ്റിൽ ഗേൾ. ഈ ഗേൾസൊക്കെ സാധാരണ ചെറിയ വയസ്സിലും വലിയ വയസ്സിലുണ്ട് കണ്ണൊക്കെ എഴുതല്ലോ. അപ്പോൾ ഡിയറിൻ്റെ ഐസൊക്കെ നോക്കിയാൽ കണ്ണ് എഴുതിയ പോലെയൊക്കെ തോന്നുന്ന നല്ല നീട്ടി വരച്ച ഐസായിരിക്കും. സോ പിന്നെ നല്ല ചുറുചുറുക്കുള്ള ഒരു ഓടിച്ചാടി നടക്കുന്ന ഈ ചെറിയ പെൺകുട്ടികളാകുമ്പോൾ ഒരു ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിത്തുള്ളൊരു പ്രായമായിരിക്കും. സോ അങ്ങനെ ആ ഡിയറും തിങ്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ബോയ് ആ ബോയ് തിങ്ക് ചെയ്യാണ്, ഐ ആം എ ലയൺ. അപ്പോൾ ആ ബോയ്ക്ക് തോന്നുന്നുണ്ടാവും, ഞാൻ നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രെങ്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് വരുമ്പോൾ ചിന്തിക്കാം, ഐ ആം എ ലയൺ എന്നൊക്കെ ചിന്തിക്കാം. സാധാരണ പൊതുവേ ഈ ബോയ്സിനുള്ളൊരു സ്വഭാവമാണ്, ഞാൻ നല്ല സ്ട്രോങ് ആണ്, ലയണാണ്, അയൺമാനാണ്, ബാറ്റ്മാനാണ്, അങ്ങനെയുള്ള പൊതുവെ പറഞ്ഞു വരുന്നതാണ്. ചെറിയ ബോയ്സൊക്കെ അങ്ങനെയാണ്, അവരെക്കുറിച്ച് തന്നെ ഒരു ചിന്തിച്ച് വെക്കുന്ന ഓരോ തോട്ട്സാണത്. പിന്നെ അതിൻ്റെ താഴായിട്ട് ഒരു ബേർഡ് ഉണ്ട്. അതിൻ്റെ ഷേപ്പൊക്കെ വെച്ചിട്ട് ഒരു ക്രോ പോലെയാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുയിലോ തത്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം. അപ്പോൾ ആ ബേർഡ് പറയാണ്, ഐ ആം എ പോയറ്റ്, ഞാനൊരു പോയറ്റാണെന്ന് ആ ബേർഡ് ചിന്തിക്കണമെങ്കിൽ ആ ബേർഡിന് ഈ തത്ത കുയിലൊക്കെ നല്ല സിംഗേഴ്സ് ആ ഒരു ടൈപ്പ് ബേർഡ്സാണ്. സോ നല്ല പാടാൻ അറിയുന്ന ബേർഡ് ആയതുകൊണ്ട് ആ ബേർഡിന് ഞാനൊരു പോയറ്റാണെന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു 5 തോട്ട്സിൻ്റെ ഒരു ആശയം കിട്ടിയാൽ തന്നെ അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. സോ അത് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ഒരു പോയാണ് സോങ് ഓഫ് ദ ഫ്ലവർ. ഈ ഫ്ലവർ, നമ്മുടെ മെയിൻ ക്യാരക്ടർ ഈ ഫ്ലവറാണ്. ഫ്ലവർ പറയുന്നത് ഞാൻ നാച്ചറിൻ്റെ ഒരു പാർട്ടാണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നാച്ചറിൻ്റെ പാർട്ടായത്, ഏതൊക്കെ രീതിയിലാണ് പാർട്ടായത് എന്നൊക്കെ ഫ്ലവർ ഈ പോയത്തിലൂടെ പറയാണ്. ഈ പോയം എഴുതിയിട്ടുള്ളത് ഖലീൽ ഗിബ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെബനീസ് ആർട്ടിസ്റ്റും പോയറ്റും റൈറ്ററൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മനുഷ്യനാണ്. ഇപ്പോൾ ജീവിച്ചിട്ടില്ല. ആൻഡ് ഒരു പോയാവുമ്പോൾ നമ്മൾ അത് വായിക്കുന്ന ആ ഒരു പോയത്തിൻ്റെ ഒരു ഫ്ലോയിൽ തന്നെ വായിച്ച് വരണം. പക്ഷെ എനിക്കങ്ങനെ വായിക്കാൻ അറിയാത്തതുകൊണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വായിക്കാൻ അറിയെങ്കിൽ അങ്ങനെ തന്നെ വായിക്കുക. പിന്നെ പോയം മുഴുവൻ വായിക്കാനും വീഡിയോ നല്ല ലോങ് ആയി പോകുന്നതുകൊണ്ട് പോയം മുഴുവൻ വായിക്കുന്നില്ല. സോ പോയത്തിൻ്റെ ഒരു സമ്മറി, ഒരു സമ്മപ്പ് മാത്രം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ പോയം നന്നായിട്ടൊന്ന് മനസ്സിലാവും. പിന്നെ അടിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് പേജ് നമ്പർ 130 ലെഫ്റ്റ് സൈഡിൽ അടിയിലായിട്ട് ഒരു കോളത്തിൽ നമ്മുടെ ഖലീൽ ഗിബ്രൻ്റെ ഒരു ചെറിയ ബയോഗ്രഫി ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സും ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരുന്ന പോലെ എഴുതിയെടുക്കാം. ഇനി പേജ് നമ്പർ 132 തന്നെ ലെറ്റ്സ് റീവിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടക്കം ഞങ്ങൾ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാത്തവരാണെങ്കിൽ എഴുതിയെടുക്കുക. ഇനി എഴുതിയെടുക്കാത്തവർക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുമെന്ന് വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പോയം ഫുള്ള്, ആ ഒരു സമ്മപ്പ് ഫുള്ളൊന്ന്
റിവൈൻഡ് ചെയ്തിട്ട് കുറച്ച് ഒരു 2-3 പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് ആക്കി വെച്ചാൽ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസിനൊക്കെ നല്ലോണം ആൻസർ ചെയ്യാൻ പറ്റും. സോ ആ സമ്മപ്പ് ഒന്ന് കുറച്ച് ഒരു 2-3 പ്രാവശ്യം വായിച്ച് വെക്കുക. പിന്നെ അതിൽ പേജ് നമ്പർ 133 ആക്ടിവിറ്റി 1 കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 1 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക, എന്നാലേ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഏതെങ്കിലും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ചാനലിൻ്റെ വീഡിയോസ് മാത്രം കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എടുത്ത് കണ്ടു നോക്കുക. ഏത് ക്ലാസ്സാണോ മനസ്സിലാവുന്നത് ആ ക്ലാസ്സിൽ നിന്ന് തന്നെ കണ്ടു നോക്കുക. ബിക്കോസ് എത്ര നന്നായിട്ട് മനസ്സിലാക്കുന്നോ അത്രയും നന്നായിട്ട് ഇത് പഠിച്ചു വെക്കണം. പിന്നെ ആക്ടിവിറ്റി 2 ലാസ്റ്റിലേക്ക് വേറെ വർക്ക്സ് വരുന്നുണ്ട് മെറ്റഫേഴ്സിനെ കുറിച്ച് തന്നെ. പിന്നെ ആക്ടിവിറ്റി 3 മെറ്റഫേഴ്സിൻ്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പേജ് നമ്പർ 129 ആ 5 തോട്ട്സ് ഉണ്ട്. അത് മെറ്റഫേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ വരുന്നത് ഈ പോയത്തിൽ തന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാനുണ്ട്. സോ ഈ ആക്ടിവിറ്റി 2 ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഈ സിമിലി മെറ്റഫർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. സിമിലി മെറ്റഫർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൂടുതലും എക്സാമിനും ഒക്കെ മാറിപ്പോകുന്ന ഒരു സംഭവമാണ് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഈ ഒരു 4 ലൈൻസിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ഈ ഒരു പാഠത്തിൻ്റെ ക്ലാസ് തന്നെ കേൾക്കുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കേട്ട് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് ആക്ടിവിറ്റി 2 ആണ്. ഈ ഒരു പോയത്തിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഗ്രാമർ വർക്കാണ് മെറ്റഫേഴ്സ്. ഇതിൽ കൂടുതലായിട്ട് ഈ കുറേ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ പോയത്തിൽ. മെറ്റഫേഴ്സിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാനുണ്ട്. ഈ മെറ്റഫേഴ്സ് സിമിലിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. പക്ഷേ കൂടുതലും ഡൗട്ടാവുന്ന ഈ അതിൻ്റെ ഇടയിലുള്ള ഒരു കമ്പാരിസണും അത് എവിടെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ എല്ലാ ഒരു യൂസേജും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ക്ലാസ്സാണ്. ആ ചാനലിൽ കയറിയിട്ട് ആ ലിങ്ക് കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. മനസ്സിലാവുന്നത് വരെ കണ്ടു നോക്കുക. ബിക്കോസ് ഇനി അങ്ങോട്ട് ഈ ഗ്രാമർ വർക്ക്സ് ആയിരിക്കും കൂടുതലും ഇവാലുവേഷൻസിലും ടെസ്റ്റിലും എക്സാംസിലും ഒക്കെ ഗ്രാമർ വർക്ക്സ് ആണ് ഇംഗ്ലീഷിൽ മസ്റ്റ് ആയിട്ട് വരിക. സോ എത്ര നന്നായിട്ട് പഠിച്ചു വെക്കാൻ കഴിയുമോ അത്ര നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് അറിയുന്നവരുണ്ടാവും, അറിയുന്നവരും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ ഇടയിലുള്ള ഒരു കമ്പാരിസണും അത് എവിടെയാണ് വരുന്നത്, അത് ആ ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആക്ടിവിറ്റി 2 റീഡ് ദ ഫോളോയിങ് ലൈൻസ്. നമ്മുടെ പോയത്തിലുള്ള ഫസ്റ്റ് 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഐ എ കൈൻഡ് വേർഡ് uttered and repeated by the voice of nature. Here the flower is considered as a word uttered by nature. This is an example of metaphor. A metaphor is a figure of speech that develops a hidden comparison between two objects that share something in common. It is different from a simile where the comparison is drawn using like or as. അപ്പോൾ മെറ്റഫേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ ഒരു ഹിഡൻ കമ്പാരിസൺ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹിഡൻ കമ്പാരിസണുള്ള എന്തെങ്കിലും ഒരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു അത്ഭുതം തോന്നും. നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് പേജിൽ ആ ബോയ് പറയുന്നത് ഐ എം എ ലയൺ. ഒന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരു ലയണിനെ പോലെ നടക്കാൻ അറിയാം, അല്ലെങ്കിൽ ലയണിനെ പോലെ റോർ ചെയ്യാൻ അറിയാം. ജസ്റ്റ് കോമൺ ആയിട്ട് എനിക്ക് ലയണിനെ പോലെ നടക്കാൻ അറിയാം, ലയണിനെ പോലെ റോർ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ആ കുട്ടി പറയാണ് ഐ എം എ ലയൺ. അല്ലെങ്കിൽ ആ കുട്ടി ലയണിനെ പോലെ നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രെങ്തിയാണ്. അത് ജസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി, സാധാരണ പറയും പോലെ പറഞ്ഞാൽ മതി. പക്ഷേ ആ കുട്ടി പറയുന്നത് ഐ എം എ ലയൺ. അപ്പോൾ കേൾക്കുന്ന ആൾക്കും എന്താണ് ഒരു അത്ഭുതമാവും. ഐ എം എ ലയൺ കാണുമ്പോൾ തോന്നുന്നില്ല ഒരു ലയണാണെന്ന്, ആ കുട്ടീനെ കണ്ടാൽ തോന്നില്ല. പക്ഷേ ആ കുട്ടി പറയാണ് ഐ എം എ ലയൺ. അതുപോലെ കോമൺ ആയിട്ട് പറയേണ്ട ഒരു കാര്യത്തിനെ എന്തെങ്കിലും ഒരു ആശയം മറച്ച് വെച്ചിട്ട് കോമൺ ആയിട്ട് പറയേണ്ട ഒരു കാര്യത്തിനെ കുറച്ചുകൂടി വലുതാക്കി പറയാമെന്ന് പറയും. നമ്മൾ ഒരു സാധാരണ പറയേണ്ട ഒരു കാര്യത്തിനെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പറയാം. അതും സിമിലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിമിലിയിൽ ലൈക്കോ ആസോ യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീസ് ടോൾ ലൈക്ക് എ ട്രീ. അയാളൊരു മരത്തിനെ പോലെ വലിയൊരാളാണ്. പക്ഷേ അത് മെറ്റഫറാക്കി പറയുമ്പോൾ ഹീ ഈസ് എ ട്രീ എന്നാണ് പറയാൻ.
ഹി ഈസ് എ ട്രീ എന്ന് പറയുമ്പോൾ അയാളൊരു മരമാണ്. അയാളൊരു മരമാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനൊരു മരമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായി പോവും. ഒരാളൊരു മരമാണെന്ന് പറയുമ്പോൾ അയാളൊരു മരത്തിനെ പോലെയാണെന്ന് പറയുമ്പോൾ വലിയതൊന്നും തോന്നാനില്ല. അയാൾ മരത്തിനെ പോലെയാണെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മരം പോലെ വടിയായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. പക്ഷേ അയാളൊരു മരമാണെന്ന് പറയുമ്പോൾ അയാൾ എന്താ സംഭവം നമുക്ക് ഒരു ഐഡിയയും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അതുപോലെ കോമൺ ആയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ പോകണമെന്ന്. മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. സോ എന്തായാലും കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ അറിയെങ്കിൽ അതും കണ്ടു നോക്കുക. ഈ സിമിലി മെറ്റഫർ എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ബിക്കോസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഇനി വരാനുണ്ട്. ഇനി അടുത്ത പാഠത്തിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിക്ക് ഔട്ട് എ ഫ്യൂ മോർ എക്സാമ്പിൾസ് ഓഫ് മെറ്റഫേഴ്സ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഈ മെറ്റഫേഴ്സിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു റിയാലിറ്റി തോന്നരുത്. നമ്മൾ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ, ആ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് റിയാലിറ്റി തോന്നരുത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ കമ്പാരിസൺ ഉണ്ടാവണം, ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ആശയം ഉണ്ടാവണം. അതാണ് മെറ്റഫർ. സിമിലി എന്ന് പറയുമ്പോൾ സിമിലി കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ലൈക്കോ ആസോ വരും. സിമിലിയിൽ ലൈക്കോ ആസോ വരും, പക്ഷേ ഇതിൽ മെറ്റഫേഴ്സിൽ ലൈക്കും ആസോ ഒന്നും വരില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് പറയുകയാണ് ചെയ്യുക. അപ്പോൾ സിമിലിൻ്റെ മലയാളം മീനിങ് വെച്ച് നോക്കുമ്പോൾ ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ ഇത് അതിനെപ്പോലെ ഉണ്ട് എന്ന് വരും, ഇത് അതിനെപ്പോലെ ഉണ്ട്. മെറ്റഫേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് അതാണ്, ഇത് ജസ്റ്റ് ഡയറക്റ്റായിട്ട് പറയാണ്, ഇത് അതാണെന്ന് ഉറപ്പിച്ച് പറയാണ്. അതാണ് മെറ്റഫേഴ്സും സിമിലിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ആക്ടിവിറ്റീസിലേക്കാണ് പോകുന്നത്. പിക്ക് ഔട്ട് എ ഫ്യൂ മോർ എക്സാമ്പിൾസ് ഓഫ് മെറ്റഫേഴ്സ് ഫ്രം ദ പോയം. അപ്പോൾ ഇത് നമ്മുടെ സോങ് ഓഫ് ദ ഫ്ലവർ പോയത്തിലെ 3rd ലൈൻ, ഐ എം എ സ്റ്റാർ ഫാളൺ ഫ്രം ദ ബ്ലൂ ടെന്റ് അപ്പോൺ ദ ഗ്രീൻ കാർപ്പറ്റ്. അത് ആ വരി ഫുള്ള് വേണ്ട ആവശ്യമില്ല, ഐ എം എ സ്റ്റാർ ഫാളൺ ഫ്രം ദ ബ്ലൂ ടെന്റ്, അല്ലെങ്കിൽ ഐ എം എ സ്റ്റാർ ഫാളൺ ഫ്രം ദ ഫുൾ എഴുതിയാലും കുഴപ്പമില്ല. ഫുൾ ലൈന് ഐ എം എ സ്റ്റാർ ഫാളൺ ഫ്രം ദ ബ്ലൂ ടെന്റ് അപ്പോൺ ദ ഗ്രീൻ കാർപ്പറ്റ്. ആ ഒരു ലൈന് ഫസ്റ്റ് എക്സാമ്പിളായിട്ട് എടുക്കാം. പിന്നെ അതിൻ്റെ താഴെയുള്ള ലൈൻ ഐ എം ദ ഡോട്ടർ ഓഫ് ദ എലമെൻറ്റ്സ് വിത്ത് ഹൂം വിൻ്റർ, അത് ഫുള്ള് വേണ്ട, ഐ എം ദ ഡോട്ടർ ഓഫ് ദ എലമെൻറ്റ്സിൻ്റെ ഡോട്ടറാണ്, മകളാണ്. അതും രണ്ടാമത്തേതായിട്ട് എടുക്കാം. പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ആ ഒരു സമ്മപ്പ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. 4th സ്റ്റാൻസയിൽ ലാസ്റ്റിലേക്കൊരു വരിയുണ്ട്, ആസ് ഐ എംബ്രേസ് നമ്പർ ഓഫ് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാൻസയിൽ ലാസ്റ്റ് അവൈക്കൺ ഐ സ്റ്റെയർ അറ്റ് ദ സൺ വിച്ച് ഈസ് ദ ഓൺലി ഐ ഓഫ് ദ ഡേ. സണ്ണാണ് ഓൺലി ഐ ഓഫ് ദ ഡേ. രാവിലെ ഈ ഡേ ടൈമിലെ ഒരേ ഒരു സ്റ്റാറാണ് സൺ. അപ്പോൾ സണ്ണിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് ഐ ഓഫ് ദ ഡേ. അതാണ് 3rd എക്സാമ്പിൾ, ഐ ഓഫ് ദ ഡേ. പിന്നെ 4th എക്സാമ്പിൾ ഐസ് ഓഫ് നൈറ്റ് ആണ്. ഐസ് ഓഫ് നൈറ്റ് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഇതിൽ പറയുന്നുണ്ട്, തൊട്ട് മുകളിലുള്ള വരിയിൽ ആസ് ഐ എംബ്രൈസ് സമ്മർ ദി ഐസ് ഓഫ് നൈറ്റ് വാച്ച് ഓവർ മീ ആൻഡ് ആസ് ഐ അവക്കൺ, അത് ബാക്കിയുള്ള ലൈനാണ്. അപ്പോൾ 3rd എക്സാമ്പിൾ ഐസ് ഓഫ് നൈറ്റ്, 4th എക്സാമ്പിൾ ഐ ഓഫ് ഡേ. ഈ 4 എക്സാമ്പിൾസാണ് ഞാനിപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനിയും എക്സാമ്പിൾസ് ഉണ്ടാവാൻ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് എഴുതാം. പിന്നെ നമുക്ക് ആക്ടിവിറ്റി 2ൽ തന്നിട്ടുള്ള വർക്കാണ് മെറ്റഫേഴ്സിൻ്റെ മീനിങ് കണ്ടുപിടിക്കാനും. ഇവിടെ 7 മെറ്റഫേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ മീനിങ്, അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ട്, മൈ ഫാദർ ഈസ് എ റോക്ക്, അതൊരു മെറ്റഫറാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതാണ് എഴുതേണ്ടത്. മൈ ഫാദർ ഈസ് എ വെരി സ്ട്രോങ് ഓർ സ്ട്രിക്റ്റ് പേഴ്സൺ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് തന്നെ ഈ ഗ്രാമർ, ഈ മെറ്റഫേഴ്സും സിമിലീസും ഒക്കെ എക്സാമ്പിൾ നല്ലോണം ഒന്ന് മനസ്സിലാക്കുന്നതിൽ കൂടെ തന്നെ എല്ലാം മനസ്സിലാവും. സോ മൈ ഫാദർ ഈസ് എ റോക്ക്, അതൊരു മെറ്റഫറാണ്. അതിൻ്റെ മീനിങ് ആണ് മൈ ഫാദർ ഈസ് എ വെരി സ്ട്രോങ് ഓർ സ്ട്രിക്റ്റ് പേഴ്സൺ. അത് കോമൺ ആയിട്ട് എൻ്റെ അച്ഛനൊരു
ഒരു സ്ട്രോങ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത് മെറ്റഫറാക്കി പറയാണ് മൈ ഫാദർ ഈസ് എ റോക്ക്. എൻ്റെ അച്ഛനൊരു കല്ലാണ്. ശരിക്കും ഒരു കല്ലല്ല, ഒരു കല്ല് പോലുള്ള ഒരു ഹൃദയമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് സെക്കൻഡ് വൺ, ദ ലോൺ ഈസ് എ ഗ്രീൻ കാർപ്പറ്റ്. ലോൺ എന്ന് പറയുമ്പോൾ പ്ലെയിൻ, ഒരു തായ്വര എന്നൊക്കെ പറയും. ലോൺ എന്താണ്? ഗ്രീൻ കാർപ്പറ്റാണ്. ഈ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടാവില്ലല്ലോ. കാർപ്പറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം പരവതാനി. ഈ അലാദിൻ മൂവിയിലൊക്കെ അല്ലേ ഒരു മാജിക് കാർപ്പറ്റ്, മാന്ത്രിക പരവതാനി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമല്ലേ, അതാണ് കാർപ്പറ്റ്. അപ്പോൾ ഈ ഗ്രീൻ കാർപ്പറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഗ്രീൻ ഗ്രാസസ് ആണ്, അല്ലെങ്കിൽ എർത്താണ്. ഒരു പ്ലെയിൻ ഗ്രീൻ ആയിട്ടുള്ളൊരു സ്ഥലത്തിനാണ് ഗ്രീൻ കാർപ്പറ്റ് എന്ന് ഈ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ദ ഗ്രീൻ ഗ്രാസ് കവേർഡ് ദ ലോൺ, അല്ലെങ്കിൽ ആ പ്ലെയിന് ഗ്രീൻ ഗ്രാസ് കൊണ്ട് കവേർഡാണ്, അല്ലെങ്കിൽ ആ പ്ലെയിനിൽ മൊത്തം ഗ്രീൻ ഗ്രാസ് ആണ്. ആൻഡ് തേർഡ് വൺ, ഹി ഡ്രോൺഡ് ഇൻ എ സീ ഓഫ് ഗ്രീഫ്. അപ്പോൾ ഗ്രീഫിൻ്റെ അർത്ഥം സാഡ്നെസ്, അല്ലെങ്കിൽ സാഡ്നെസ് അല്ലെങ്കിൽ ലോൺലിനെസ്, അതൊക്കെയാണ് ഗ്രീഫിൻ്റെ അർത്ഥം. അപ്പോൾ ഹി ഡ്രോൺഡ് ഇൻ എ സീ ഓഫ് ഗ്രീഫ് എന്ന് പറയുമ്പോൾ സാധാരണ മലയാളത്തിലൊക്കെ ഈ മൂവി ഡയലോഗ്സൊക്കെ കേൾക്കില്ലേ, ഈ സങ്കടത്തിൻ്റെ ചുഴലിക്കാറ്റിലകപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം വെക്കുകയാണെങ്കിൽ സങ്കടത്തിൻ്റെ കടലിൽ മുങ്ങിപ്പോയി, അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സങ്കടത്തിൻ്റെ ഭയങ്കര സാഡാണ്, ഹി വാസ് വെരി സാഡ്, അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നല്ല സാഡാണെന്ന് പറഞ്ഞാൽ മതി, പക്ഷേ അത് കുറച്ചുകൂടി വലുതാക്കിയിട്ട് പറയാണ് ഹി ഡ്രോൺഡ് ഇൻ എ സീ ഓഫ് ഗ്രീഫ്. അത് കേൾക്കുന്നവർക്ക് റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷേ കോമൺ ആയിട്ട് പറയേണ്ട ഒരു സാധനം മെറ്റഫറായിട്ട് പറയാണ്. പിന്നെ ഫോർത്ത് വൺ, ഷീ ഈസ് ഫിഷിങ് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ്. അപ്പോൾ ഒരു കുട്ടി ട്രബിൾഡ് വാട്ടേഴ്സിൽ ഫിഷിങ് നടത്താനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു വലിയ പ്രോബ്ലം ഉണ്ട് എന്ന് അറിയാം, പക്ഷേ എന്നിട്ടും സാധാരണ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുകയാണ്. ആ ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും, അത് ട്രബിൾഡ് ആണെങ്കിൽ പോലും അത് മിസ്യൂസ് ചെയ്യാതെ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിന് ഷീ ഈസ് യൂട്ടിലൈസിങ് ദി സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനോട് യൂട്ടിലൈസ് ചെയ്തിട്ട് എത്ര ട്രബിൾഡ് ആണെങ്കിലും എത്ര പ്രോബ്ലമാറ്റിക് ആണെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ആ ഒരു സിറ്റുവേഷനും യൂട്ടിലൈസ് ചെയ്ത് മിസ്യൂസ് ചെയ്യാതെ സാധാരണയായിട്ട് ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ നോക്കുകയാണ്. പിന്നെ ഫിഫ്ത്ത് വൺ, ഹീ ഈസ് ദി ആപ്പിൾ ഓഫ് മൈ ഐ. അറിയാലോ, പണ്ടുള്ളവരും ഇപ്പോൾ ഉള്ളവരൊക്കെ പറയാറുണ്ട് അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും മീൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിനെ എത്രമാത്രം കെയർ ചെയ്യുന്നോ, അല്ലെ എത്രമാത്രം ലവ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഞാൻ ആ ഒരാളെയും സ്നേഹിക്കുന്നുണ്ട്. അത് നല്ല അയാളെ അത്രയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഹീസ് സോ മച്ച് ഡിയർ ടു മീ, അങ്ങനെ ഒരു മീനിങ് ആണ് അതുകൊണ്ട് വരുന്നത്, ആ ഒരു മെറ്റഫർ കൊണ്ട് വരുന്നത്. പിന്നെ സിക്സ്ത് വൺ, മൈ ബ്രദർ വാസ് ബോയിലിംഗ് മാഡ്. ഇത് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെറ്റഫറാണ്. ബിക്കോസ് മൈ ബ്രദർ വാസ് ബോയിലിംഗ് മാഡ്. സംഭവം ബ്രദർ ഈസ് മാഡ് ഓഫ് മീ, അല്ലെങ്കിൽ ഹീസ് വെരി ആംഗ്രി ടു മീ, ബട്ട് ജസ്റ്റ് ബോയിലിംഗ് മാഡ് തന്നെയാണ്. ഈ ഒരു സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള സിറ്റുവേഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ മാഡ് ബോയിൽ ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടും കുക്ക് ചെയ്തിട്ടും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു മെറ്റഫറാണ് അത്. മൈ ബ്രദർ വാസ് ബോയിലിംഗ് മാഡ്, അല്ലെങ്കിൽ അതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താണ്? മൈ ബ്രദർ ഈസ് വെരി ആംഗ്രി, ഓർ മൈ ബ്രദർ ഈസ് വെരി മാഡ് അറ്റ് മീ. ഇനി സെവൻത്ത് വൺ, ഹർ വോയിസ് ഈസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്. അപ്പോൾ അത് എന്താ മീൻ ചെയ്യുന്നത്? അയാൾക്ക് അവളുടെ വോയിസ് മ്യൂസിക് പോലാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ആ കുട്ടിയുടെ ഒരു സ്വീറ്റ് വോയിസാണ്, അല്ലെങ്കിൽ ഒരു മെലഡിയസ് ആയിട്ടുള്ള വോയിസാണ്, ഒരു മ്യൂസിക് പോലെ പുറത്തേക്ക് വരുന്ന വോയിസാണ്. അപ്പോൾ അതാണെങ്കിലും അല്ലെങ്കിലും തന്നെ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ വെച്ചിട്ട് ആ കുട്ടി എന്താണോ പറയുന്നത് അത് ഒരു മെലഡിയസ് ആയിട്ടാണ്, ഒരു മ്യൂസിക് പോലാണ് കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പോൾ ഹെർ വോയിസ് ഈസ് സോ സ്വീറ്റ് ആൻഡ് മെലഡിയസ്.
അല്ലെങ്കിൽ എന്താ റീസൺ പറയാം, ഒന്നുകിൽ ഇയാളൊരു മ്യൂസിക് ഭ്രാന്തനായിരിക്കണം. എന്താണ്, മ്യൂസിക്കിൻ്റെ ഒരു ലോകത്ത് മുങ്ങിക്കുളിക്കുന്ന ഒരാളാകുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മ്യൂസിക്കാണ് ഓർമ്മ വരിക. ജസ്റ്റ് ഒരു കുട്ടി വന്ന് ഒരു ആൾ മുമ്പിൽ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അയാൾ മ്യൂസിക്കിലായിരിക്കും. അപ്പോൾ അയാൾ പറയുന്നത് മ്യൂസിക്കായിട്ടാണ് ഇയാൾക്ക് ഹിയർ ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മീൻ ചെയ്യാം. ബിക്കോസ് ഇതിൽ റിയാലിറ്റി കാണേണ്ടത് നമ്മളാണ്. അതൊരു മെറ്റഫറാണ്. അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്ത് വരുന്നത് ഹെർ വോയിസ് ഈസ് സ്വീറ്റ് ആൻഡ് മെലഡിയസ്, ആൻഡ് അതന്നെ എഴുതിയാലും മതി. പിന്നെ അറ്റംപ്റ്റ് റൈറ്റിംഗ് യുവർ ഓൺ എക്സാമ്പിൾസ് ഓഫ് മെറ്റഫേഴ്സ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടോ വേറെ ഏതെങ്കിലും പോയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേതെങ്കിലും മെറ്റഫേഴ്സ് ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പോയത്തിൽ, ഈ ഒരു പോയത്തിൽ തന്നെ വേറെ ഏതെങ്കിലും മെറ്റഫേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ച് എഴുതാം. പിന്നെ ആക്ടിവിറ്റി 3 സ്പൈഡർ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് ഈ പോയല്ലേ, നമ്മുടെ പോയം സോങ് ഓഫ് ദി ഫ്ലവർ പോയത്തിൻ്റെ ഒരു അപ്രിസിയേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഡയഗ്രാം ഫുൾ ചെയ്യണം. എന്നിട്ട് താഴെ 4 ലൈൻസ് തന്നിട്ടുണ്ട്, അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അതും ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കാം. അതും ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാത്തവരാണെങ്കിൽ എഴുതിയെടുത്തവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇനി എഴുതിയെടുക്കാനുള്ളവർ തന്നെ വേറെ എന്തെങ്കിലും ഐഡിയ ഒക്കെ വെച്ചിട്ട് എഴുതിയെടുക്കാൻ പ്ലാനുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രം ആക്ടിവിറ്റീസിലേക്ക് നോക്കുക. സോ ഈ ഒരു പോയ ഇവിടെ കഴിയാണ്. ഇനി നെക്സ്റ്റ് പോയാണുള്ളത്. വേറൊരു പോയം കൂടെ ഉണ്ട്. പിന്നെ മെറ്റഫേഴ്സ്, സിമിലീസും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.